ഏതായാലും അവിടെ വച്ച് ഈ സംശയമുണ്ടായപ്പോൾ ബ്രഹ്മദേവൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഭഗവാനെ അങ്ങയുടെ തത്വം എന്താണ് എന്ന് ചോദിച്ചു. അവിടെ വെച്ച് ബ്രഹ്മദേവന് ഭഗവാൻ എന്ത് ചെയ്തു കൊടുക്കുകയാണ്? തൻ്റെ തത്വം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. അതാണ് വളരെ പ്രസിദ്ധമായ 4 ശ്ലോകങ്ങൾ. അതിന് പറയപ്പെടുന്നത് ചതുശ്ലോകി ഭാഗവതം. അഹമേവാസമേവാഗ്രേ നാന്യത് പശ്ചാദകം പരം എന്ന് പറയുന്നത് വരട്ടെ. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നോട് ആ സ്വരൂപം പറഞ്ഞു, എന്നോട് സൃഷ്ടികർത്ത പറഞ്ഞു. അങ്ങനെ ആ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ചാണ് ആര് നടത്തുന്നത്? ഞാൻ ഈ സൃഷ്ടി നടത്തുന്ന ആ സത്യം നിനക്കും ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നാരദര് ഈ ചതുശ്ലോകി ബ്രഹ്മദേവൻ ഈ ചതുശ്ലോകി ഭാഗവതം ആർക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്? ഈ നാരദർക്ക്. ഇതാണ് നാരദര് സംയാപ്രാസത്തിൽ വന്നിട്ട് ആർക്ക് പറഞ്ഞു കൊടുത്തത്? ശിവനാണോ? വ്യാസമഹർഷിക്ക് കൊടുത്തു. വ്യാസൻ അതിനെ വിപുലീകരിച്ച് ഇന്ന് കാണുന്ന ഭാഗവതം ആക്കി. എന്നിട്ട് ഇതാരെ പഠിപ്പിച്ചു? ശുഗനെ പഠിപ്പിച്ചു. ആ ശുഗൻ ആരെ പഠിപ്പിച്ചു? പരീക്ഷിത്തിനെ. പരീക്ഷിത്ത് വഴി നമുക്ക് കിട്ടി. അപ്പൊ ഇതിന്റെ പാരമ്പര്യമാണ് പറഞ്ഞത്. അപ്പൊ ഭാഗവതം ഉണ്ടായത് എവിടുന്ന? ഇത്രയും കേട്ടതീന്ന് ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഭാഗവതം. ഭഗവാനിൽ നിന്ന് ബ്രഹ്മദേവനിൽ നിന്നും നാരദര്, നാരദരിൽ നിന്നും വ്യാസൻ, വ്യാസനിൽ നിന്നും ശുഗൻ, ശുഗനിൽ നിന്നും പരീക്ഷിത്ത്, പരീക്ഷിത്ത് വഴി നമുക്ക്. അപ്പോൾ ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായി? ഭഗവാന്റെ വചനങ്ങൾ ആയി. എന്നിട്ട് ഈ ഭാഗവതത്തെ ആര്? ഈ വ്യാസൻ ഈ തരത്തിൽ വിപുലീകരിച്ച് എഴുതി. അങ്ങനെയുള്ള ഈ ഭാഗവതത്തിന് 10 ലക്ഷണങ്ങൾ ഉണ്ട് എന്നാ പറഞ്ഞത്. ഭാഗവതത്തിൻ്റെ 10 ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? നല്ല കറവയുള്ള പശുവിൻ്റെ ലക്ഷണം എന്താ? ഒരു നല്ല പശുവിൻ്റെ ലക്ഷണം അതും അറിയില്ലേ? പാല് അതിന് കറക്കുന്നതിന് മുമ്പ് പാലിനറിയാൻ പറ്റും. എന്താ എനിക്കറിയാം, നിങ്ങൾക്കിതൊന്നും അറിയത്തില്ല. പശുവിനെ കണ്ടിട്ടുണ്ടോ? ഒരു നല്ല പശുവിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞ കൊമ്പ് മുമ്പോട്ട് വളഞ്ഞ് ഇരിക്കണം, നല്ല താട അല്ലേ അതുണ്ടാവണം. പിന്നെ പറയും ഈ പൂഞ്ഞിയുടെ ഭാഗം ഇത്തിരി മുഴച്ചു നിൽക്കണം, വാല് നിലത്ത് മുട്ടിക്കിടക്കണം, നല്ല അകിടും ഉണ്ടാവും. ഇതാണ് ഒരു നല്ല പശുവിൻ്റെ ലക്ഷണം. അങ്ങനെയാണെങ്കിൽ ഭാഗവതത്തിൻ്റെ ലക്ഷണം, ഭാഗവതത്തിൻ്റെ വാല് നിലത്ത് മുട്ടണം എന്നാണോ? അല്ല. ഇവിടെ പറയുന്നത് 10 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് മഹാപുരാണമെന്നും 10-ന് താഴെ 5-ന് മുകളിൽ ഉണ്ടെങ്കിൽ അത് ഉപപുരാണം. അങ്ങനെ നോക്കുമ്പോൾ 10 ലക്ഷണങ്ങളും കൂടി തികഞ്ഞ ഒരു പുരാണമേ ഉള്ളൂ. അതേതാ? ഭാഗവതം. ബാക്കി എല്ലാ പുരാണങ്ങളും ഇവിടെ ഇനി പറയും. നമ്മുടെ ദ്വാദശത്തിൽ പറയും. എത്ര പുരാണം ഉണ്ടെന്നറിയാമോ? 18 പുരാണം, 18 എത്ര ഉപപുരാണം. മഹാഭാരതത്തിൽ എത്ര സ്കന്ധമുണ്ട്, അല്ല എത്ര പർവങ്ങളുണ്ട്? 18. ഭഗവത്ഗീത എത്ര അധ്യായമുണ്ട്? ശബരിമല കയറാൻ എത്ര വേണം? ഇത് മുഴുവൻ 18 ഈ 18 കുഴപ്പമാണ്. വയസ്സ് 18 ആയാൽ അതിലേറെ കുഴപ്പം. ഇപ്പൊ 18 ഭയങ്കര. കുരുക്ഷേത്ര യുദ്ധത്തിൽ എത്ര അക്ഷൗണിയായിരുന്നു? 18. എല്ലാം 18. അതിന് പറയും മദ്വയം ഭദ്വയം ജൈവ ബ്രത്രയം വചതുഷ്ടയം അനാപലിംഗ കൂസ്കാനി പുരാണാനി പ്രജക്ഷതേന. മദ്വയം മകാരത്തിൽ തുടങ്ങുന്നത് 2. ഏതൊക്കെയാ പുരാണം? മത്സ്യപുരാണം എണ്ണിക്കോണം, എനിക്ക് എണ്ണാൻ പറ്റില്ല ഇവിടെ. മത്സ്യപുരാണം, മാർക്കണ്ഡേയം. ഭദ്വയം ഭകാരത്തിൽ തുടങ്ങുന്നത് 2. ഭാഗവതം ഭവിഷ്യം.
ബ്രത്രയം, ബ്രകാരത്തിൽ തുടങ്ങുന്നത് 3, ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡപുരാണം, ബ്രഹ്മവൈവർത്തക പുരാണം. വചതുഷ്ടയം, വകാരത്തിൽ തുടങ്ങുന്നത് 4, വിഷ്ണുപുരാണം, വാമനപുരാണം, വായുപുരാണം, വരാഹപുരാണം. വചതുഷ്ടയം. അനാപലിംഗ കൂസ്കാനി, ആ അഗ്നിപുരാണം, ന നാരദപുരാണം, പ പത്മപുരാണം, അനാപ ലിംഗ, ലി ലിംഗപുരാണം, ഗ ഗരുഡപുരാണം, കു കൂർമ്മപുരാണം, സ്ക സ്കന്ദപുരാണം. ഒറ്റ ശ്ലോകത്തിൽ എന്തു പറഞ്ഞു? 18 പുരാണങ്ങളെയും പറഞ്ഞു. അങ്ങനെയുള്ള 18 പുരാണങ്ങളിൽ വെച്ചു നോക്കുമ്പോൾ 10 ലക്ഷണവും തികഞ്ഞ ഒരു പുരാണമേ ഉള്ളത്. ഏതാ എന്ന് പറഞ്ഞാൽ ഏത് പുരാണത്തിലാണോ 10 വിഷയങ്ങൾ എന്നർത്ഥം. ഇവിടെ ലക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 10 വിഷയങ്ങളെന്നേ എടുക്കാവൂ. ഏതൊക്കെയാണ് ആ വിഷയങ്ങൾ? അത്ര സർഗോ വിസർഗസ്യ സ്ഥാനം പോഷണമൂർത്തയ മന്വന്തരേശാനുകഥ നിരോധോ മുക്തിരാശ്രയ. ഈ 10 വിഷയങ്ങൾ ഉണ്ടാവണം. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതികൾ, മന്വന്തര കഥകള്, ഈശചരിതം, മന്വന്തര ഈശാനു, നിരോധം, മുക്തി, ആശ്രയം. ഇത്രയും 10 വിഷയങ്ങൾ. അതിൽ സർഗം എന്ന് പറഞ്ഞാൽ ആ 2 സൃഷ്ടികളാണ്, പ്രാകൃത സൃഷ്ടിയും വൈകൃത സൃഷ്ടിയും. പ്രാകൃത സൃഷ്ടി എന്ന് പറഞ്ഞാൽ പറഞ്ഞു പോയാൽ കുഴഞ്ഞു പോകും, അങ്ങ് പോകും. അതാണ് മഹത്തത്വം, അഹന്തത്വം, അതിൽ നിന്നുണ്ടാകുന്ന പ്രകൃതി, പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, ഇന്ദ്രിയങ്ങൾ, അത് 10 കർമ്മേന്ദ്രിയം ഉൾപ്പെടെ 10 മനസ്സ്. ഇത്രയും സാധനത്തിന് പറയുന്ന പേരാണ് സർഗം. ഇനി വിസർഗം, വിശേഷേണയുള്ള സൃഷ്ടികൾ, ഇൻഡിവിഡുവൽ എന്നർത്ഥം. എത്ര തരത്തിൽ സൃഷ്ടികളുണ്ട്? നിങ്ങൾ ബയോളജി പഠിച്ചെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഭാഗവതമൊന്നും പറയാൻ പറയരുത്. എത്ര തരത്തിലാണ് സൃഷ്ടികളുള്ളത് പറയാമോ? 4 ടൈപ്പാണ്. ഞങ്ങൾ സംസ്കൃതംകാർ പറയുന്നത് ജരായുജങ്ങൾ, അണ്ടജങ്ങൾ, ഉദ്ഭിജങ്ങൾ, സ്വേദജങ്ങൾ. നിങ്ങൾ ബയോളജിക്കാരുടെ ഒന്നും എനിക്കറിയില്ല. ജരായുജങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളം പറയും സസ്തനികൾ എന്ന് പറയും. പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവ. അതിലാരൊക്കെ വരും? മൃഗങ്ങള്, മനുഷ്യര്, ചിലയിനം പാമ്പുകള്, ചിലയിനം പക്ഷികള്. ഇതെല്ലാം ഏതിൽപ്പെടും? ജരായു. അണ്ടജങ്ങളോ? മുട്ടയിട്ട് വളർന്നുവാ. ചിലയിനം പക്ഷികള്, ചിലയിനം പാമ്പുകള്. മനുഷ്യര് പെടുവോ? പിന്നെ പരീക്ഷയ്ക്ക് മുട്ടയിടാറുണ്ട്, അത് വേറെ. പിന്നെ അണ്ടജം എന്നുള്ള അർത്ഥത്തിലാണ് ബ്രാഹ്മണരുടെ ഒരു പിരിയായോ. അങ്ങനെ എന്നോടൊന്നും പറയല്ലേ. ബ്രാഹ്മണർക്ക് ഒരു പേരില്ലേ? ദ്വിജൻ ഇല്ലേ? ദ്വിജം എന്ന് പറഞ്ഞാലും പക്ഷിയാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദ്വിജം എന്ന് പറഞ്ഞാൽ പക്ഷിയാ. 2 ജന്മം ഉള്ളത് കൊണ്ടാ. ജനിക്കുന്ന ബ്രാഹ്മണൻ ബ്രാഹ്മണനായിട്ടല്ല, ആണോ? അല്ല. പിന്നെന്ത് വേണം? എപ്പോഴാണ് ബ്രാഹ്മണനാകുന്നത്? ഉപനയനം. ഇതന്നെയാണ് ക്രിസ്ത്യാനിറ്റി. ജനിക്കുന്നതെല്ലാം ആരായിട്ടാ? പാപികളായിട്ടാ. പിന്നെ എപ്പോഴേ ക്രിസ്ത്യാനിയാവൂ? ഇപ്പൊ 2 ജന്മമാണ്. മനസ്സിലായോ? ആദ്യം സാധാരണ മനുഷ്യനായിട്ട്, പിന്നീട് 2ാം ജന്മമാണ് ആർക്ക്? ബ്രാഹ്മണനായിട്ട്. ഉപനയന കർമ്മം ഷോഡശ സംസ്കാരാദികളിൽ പെടുന്ന ഉപനയനമാകുമ്പോഴേ ഏതാവൂ. എന്നിട്ട് ഉപനയനം ചെയ്ത് എത്ര നാൾ വേണമെന്നാ എന്നേ സമാവർത്തനമുള്ളൂ. സമാവർത്തനം നടത്തുന്ന കല്യാണത്തിൻ്റെ പണ്ട് വേളിയുടെ അല്ലേ തലേദിവസമല്ലേ? ഇപ്പം ഇത് 2 കൂടെ ഒറ്റ ദിവസം പരിപാടി നടത്തും. ബോധിക്കാൻ അങ്ങോട്ട് മൂലയിൽ കൊണ്ടുപോയിട്ട് അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആ തെങ്ങിൻ്റെ കിഴക്കോട്ട് നിൽക്കുന്ന ഇല്ലേ, അങ്ങനല്ലേ?
എനിക്കറിയാം, എനിക്ക് പലരെ അറിയാം. പോട്ടെ. ഏതായാലും ഞാൻ പറഞ്ഞത് ദ്വിജം എന്നുള്ള അർത്ഥം പക്ഷിക്കും ബ്രാഹ്മണനും വന്നതിൻ്റെ കാരണം എന്താ? മുട്ടയിടുന്നു ആദ്യത്തെ പ്രോസസ്സിങ്. ആ മുട്ടയാണ് പിന്നീട് പക്ഷിയായി. അതേപോലെ സാധാരണ മനുഷ്യനായി പിറക്കുന്നു, പിന്നീടാണ് ബ്രാഹ്മണ്യം കിട്ടുന്നത്. അപ്പൊ ജരായുജങ്ങള്, അണ്ടജങ്ങള്, പിന്നൊന്ന് ഉദ്ബീജങ്ങൾ, കുഴിച്ചിട്ടാൽ കിളിർത്തു വരുന്നവ ആരൊക്കെയാ? സകല സസ്യജാലങ്ങളും അല്ലേ, കുഴിച്ചിട്ടാൽ. പിന്നെ മറ്റൊന്ന് സ്വേദജങ്ങൾ, വിയർപ്പ്, മാലിന്യം, ഇവയിൽ നിന്നും ഉണ്ടാകുന്നവ ഏതൊക്കെയാ? അട്ട, പുഴു, കൊതുക്, പേൻ. ഇതെല്ലാം എവിടെ നിന്നുണ്ടാകുന്നതാ? അഴുക്കിൽ നിന്നും ഉണ്ടാകുന്ന. അങ്ങനെയാണെങ്കിൽ പേൻ ഉണ്ടാകുന്നത് എവിടാ? ആരുടെ തലയിലാ? സ്ത്രീകളുടെ. ഇപ്പൊ ഇത്രയും വൃത്തികെട്ട സ്ഥലമാണെന്ന് മനസ്സിലായില്ലേ? ഏതായാലും ഇങ്ങനെയാണ് പറയുക. അതിൽ തന്നെ പിന്നെ ഓരോന്നിലും എന്താണ്, ഇവിടെ മൃഗങ്ങളിൽ തന്നെ 21 ടൈപ്പാ പറഞ്ഞത്. ഒറ്റക്കുളമ്പുള്ളവ, ഇരട്ടക്കുളമ്പുള്ളവ, കൊമ്പുള്ളവ, കൊമ്പില്ലാത്തവ, 5 നഖമുള്ളവ, ഇങ്ങനെ പോരുക. അതിൽ പിന്നെ സസ്യങ്ങളിൽ പിന്നെ വെറൈറ്റിയാ. ഏതാ? വൃക്ഷം, ലതം, ഓഷധി, വീരുത്ത്, വൃക്ഷം, ദ്രുമഹ. അത് ഞാൻ ഇന്നലെ പറഞ്ഞാൽ തോന്നുന്നു. വൃക്ഷം എന്ന് പറഞ്ഞാൽ പൂവുണ്ടായി കായ് ഫലമാവുന്നവ, മാവ് തുടങ്ങിയവ വൃക്ഷം. വനസ്പതികൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അവ്യക്ത പുഷ്പാഹ വനസ്പതേഹ എന്നാണ് മറ്റേ ഇതിനകത്ത് ഈ കൃഷിയെ കുറിച്ച് പറയുന്ന ഒരു ശാസ്ത്രമാണ്, പേര് മറന്നുപോയി. അതിനകത്ത് പറയും, അതായത് വ്യക്തമല്ലാത്ത പൂവായിട്ട് തോന്നും. പ്ലാവ് വനസ്പതിയാണ്. ഓഷധികൾ, ഫലഭാഗാന്ത ഓഷധേഹ. ഫലം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ചെടി തന്നെ ഇല്ല. കൊല വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വാഴയുണ്ടോ? കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ നെല്ല് എടുത്തു കഴിഞ്ഞാൽ ആ ചെടി നശിക്കുക. കരിമ്പ്, ഗോതമ്പ്, ഇവയെല്ലാം ഓഷധികൾ. ലതകള്, ചെറിയ ചെറിയ പടവലം, പാവലം, ഇവ. വീരുത്തുക്കള്, അങ്ങനെയുള്ളവ. പിന്നെ അതേപോലെ തന്നെ തൊക്സാരാഹ, അങ്ങനെ പറഞ്ഞാണ്. അതായത് മുള, ഈറ. കാരണം എന്താ? തൊലി കട്ടിയായിട്ടുള്ളവ. ഏതാ? മുളയും. അതാണ് തൊക്സാരാഹ. അതേപോലെ തന്നെ വീരുത്തുക്കള്, ഇങ്ങനെ പല വെറൈറ്റികൾ. ഇങ്ങനെയുള്ള ഈ സൃഷ്ടികൾ, ഈ സൃഷ്ടികളെ കുറിച്ച് വിശദീകരിച്ച് പറയുമ്പോൾ അതിന് പറയുന്ന പേരാണ് വിസർഗം. നമ്മൾ ലക്ഷണമാണ് പറയുന്നത്. സർഗം മുമ്പേ പറഞ്ഞ മഹത്തത്വം, അഹന്തത്വം, പഞ്ചഭൂതങ്ങള്, പഞ്ചേന്ദ്രിയങ്ങള്, പഞ്ചകർമ്മേന്ദ്രിയങ്ങള്, അവ്യക്തം, ഇതെല്ലാം ഏത് വരും? സൃഷ്ടിയിൽ വരും. വിസർഗത്തിൽ ഏത് വരും? ഈ പറയുന്ന ഇൻഡിവിഡ്വൽ സൃഷ്ടിയാണ്. പിന്നെ സ്ഥാനം, ഈ ഭൂമി, ഈ ലോകങ്ങളെ പറ്റി പറയുക, അത് പഞ്ചമത്തിലാണ് പറയുക. മുകളിലേക്ക്, ഭൂമിക്ക് മുകളിലുള്ള ലോകം, ജന്തുർലോകം, തപോലോകം, മകർലോകം, സത്യലോകം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ 6ാമത്തെ ദശകം എടുത്ത് വായിച്ചോളുക. ഏതിൻ്റെ? നാരായണീയം. അവിടെയും പറയും. ഇനിയും താഴേക്ക് 7 അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം 7, ഭൂമി 1, 8. ഇതാണ് സ്ഥാനങ്ങൾ. ഇനി ഇവിടെ ആരൊക്കെ ഭരിച്ചു? ഏതൊക്കെ രാജാക്കന്മാർ? അതും പഞ്ചമത്തിൽ പറയും. ഭരതൻ, ഋഷഭൻ, ഇങ്ങനെയുള്ള രാജാക്കന്മാരുടെ കഥ. അപ്പം പോഷണവും അവിടെ തന്നെ. ഊതികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മവാസനകൾ. പൂർവജന്മ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലങ്ങൾ അടുത്ത ജന്മത്തിൽ അനുഭവിക്കുക. അതിനനുസരിച്ച് അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഏതിൽ പറയും? 6ാമത്തെ സ്കന്ധത്തിൽ. അതുകൊണ്ടാണ് അജാമിളന്റെ കഥ അവിടെ വന്നത്. പിന്നെ മറ്റൊരു കഥ പറയും, വൃത്രാസുരന്റെ കഥ. അതും എന്താ? വൃത്രാസുരൻ ആരായിരുന്നു? പൂർവജന്മം ചിത്രകേതു എന്ന രാജാവ്. സൽക്കർമ്മം ചെയ്തതുകൊണ്ട് വൃത്രാസുരനായിട്ട് ജനിച്ചിട്ടും തന്നെ കൊല്ലുന്ന ആയുധം പാഞ്ഞു വന്നപ്പോൾ
വജ്രായുധം എടുത്തപ്പോൾ ആ വജ്രായുധത്തിൽ ആരെ കണ്ടു? ഭഗവാനെ കണ്ട് സ്തുതിച്ചു. അഹം ഗരേ തവ പാദൈകമൂല ദാസാനുദാസോപവിദാസ്മി ഭൂയ മനസ്മരേദാസുപദേർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് സ്തുതിച്ചു. അതെന്തുകൊണ്ടാ? ഒരു അസുരന് പറ്റുന്നതാണോ? എന്തുകൊണ്ടുണ്ടായി? അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ വന്നിരുന്ന് ഇത് കേൾക്കുന്നതും ഏതിൻ്റെ ഫലം? അതുകൊണ്ടാ പറഞ്ഞത്. അപ്പോൾ അതിനെപ്പറ്റി 6-ാമത്തെ സ്കന്ധം. പിന്നെയോ ഊദയ കർമ്മ അത്ര സർഗോ വിസർഗസ്ഥാനം ഭൂഷണമോദയ. പിന്നെ മന്വന്തര കഥകൾ 6-ലും 7-ലും ഈ വാസനകളാണ് പറയുന്നത്. അതാണ് ഏതിൻ്റെ പറഞ്ഞത്? പ്രഹ്ലാദന്റെ കഥയും അവിടെ വരുന്നത്. അടുത്തത് മന്വന്തര കഥ 8-ാമത്തെ സ്കന്ധം. അവിടെയാണ് ധാരാളം അവതാരങ്ങൾ വരുന്നത്, മന്വന്തര വിശേഷങ്ങൾ പറയുന്നത്. ഓരോ മന്വന്തരവും ആരായിരുന്നു, ആ മന്വന്തരത്തിലെ കഥകൾ മുഴുവൻ, ആ മന്വന്തരത്തിൽ ഭഗവാൻ അവതരിച്ചിട്ട് ഏതെങ്കിലും സൽക്കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയും. അതിൽ 4-ാമത്തെ മന്വന്തരമായ ചാക്ഷുഷ മന്വന്തരത്തിലെ ആദ്യത്തെ കഥയാണ് ഏത് പറയുന്നത്? മറ്റേ മുതലയുടെയും ഗജേന്ദ്ര മോക്ഷം. അടുത്ത ആ മന്വന്തര 6-ാമത്തെ മന്വന്തരത്തിൽ 2 കഥകൾ നടന്നു. അത് രണ്ടുമാണ്, ഒന്ന് പാലാഴി മദനം, ഒന്ന് മഹാബലിയുടെ കഥ. അവിടെ വന്നു. അടുത്തത് ഏതാ വരിക? 9. അവിടെയാണ് ഏത് പറയുക? ഈശകരികൾ. ഓരോരുത്തരും ഭഗവാനെ ശരണാഗതി അടഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ ഈശ്വരനായി അവതരിച്ചവരെ. പിന്നെ അടുത്തത് 10. ആ നേടിയെടുത്ത ഭഗവാനെ 10-ൽ എന്ത് ചെയ്യണം? നിരോധം എന്ന് പറഞ്ഞാൽ നിരോധം. ഇന്ന് പാർലമെന്റ് സഭാ നടപടികൾ പാർട്ടിക്കാർ നിരോധിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? തടഞ്ഞു എന്നാ, അല്ലേ? അപ്പം തടസ്സപ്പെടുത്തണം എന്നാ പറഞ്ഞത് 10-ൽ. ആ 10-ൽ ആരുടെ കഥകൾ വരുന്നത്? ഭഗവാൻ കഥകൾ. അതിനെ തടഞ്ഞു വെക്കണമെന്ന്. എവിടെ തടഞ്ഞു വെക്കണം ആ കഥകൾ? ഈ 10 പറയുന്നത് ഏതാ? അഞ്ച് കർമ്മേന്ദ്രിയം, 5 ജ്ഞാനേന്ദ്രിയം എണ്ണി നോക്കുമ്പം 10 കാണത്തില്ല. അതൊക്കെ പിന്നെ പറയാം, അത് കാവിലത്തിൽ പറയാം. അപ്പോൾ ഓർത്തോണം, ഇങ്ങനെ ഒരു 9 എണ്ണം. 10-ാമത്തെ ഇന്ദ്രിയം ഏതാ? മനസ്സാ. അപ്പം എവിടെ തടഞ്ഞു വെക്കണം? 10-ൽ വെക്കണം. അപ്പം ഈ ആരുടെ 10-ലാ? ഭാഗവതത്തിൻ്റെ 10 വെച്ചിട്ടൊരു കാര്യവും ഇല്ല. ഈ 10-ൽ നിരോധിച്ചു നിർത്തണം. അങ്ങനെ നിരോധിച്ചാൽ മുക്തിപദത്തിലേക്ക് പോകാം. ഏകാദശം. അവിടെയാണ് ആരുടെ ഉപദേശം വരുന്നത്? ഉദ്ധവർക്കുള്ള ആ ഉപദേശം നേടിക്കഴിഞ്ഞാൽ പിന്നെ ആരെ ആശ്രയിക്കും? ഭഗവാനെ തന്നെ ആശ്രയിക്കും. അപ്പോൾ തന്നെ അവിടെ തന്നെ രണ്ടും കാണും. സത്യമായിരിക്കുന്നതും മായയും മാർക്കണ്ഡേയനെ കാണിച്ചു കൊടുത്തതുപോലെ. അത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹാപുരാണം. എന്നിട്ടാണ് ആ എന്താ പറയുക, ചതുശ്ലോകി ഭാഗവതം. അത് പറയാൻ പോയാൽ കുഴപ്പമാണ്. എങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് ഞാനും എങ്ങോട്ട് പോകേണ്ടി വരും? അങ്ങോട്ടേ. പറഞ്ഞു മനസ്സിലായില്ല? അവിടെ ആരുണ്ടെന്നാ പറഞ്ഞത്? ചിത്രഗുപ്തൻ. ഇപ്പം ചോദിക്കും, നിന്റെ പേരെന്നാ? രാമേന്ദ്രൻ. എന്തായിരുന്നു പരിപാടി? വല്ലപ്പോഴും ഒക്കെ സപ്താഹത്തിന് പോകാൻ. അടിച്ചെടുത്തു. എന്നിട്ട് നീ ഉഴപ്പാണല്ലോ കാണിച്ചത്. എന്താ കാര്യം? ചൂരക്കുളങ്ങരെ പോയപ്പോൾ ചതുശ്ലോകി ഭാഗവതം പറഞ്ഞതുപോലുമില്ലല്ലോ. സമയം ഇല്ലാത്തത് കൊണ്ട് ഒരു ശ്ലോകം പറയാനേ സമയം കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് തടി തപ്പാൻ ഒരു ശ്ലോകം മാത്രം പറയും. ആ ചതുശ്ലോകിയിലെ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് വരുമ്പോൾ അടുത്ത 3 എണ്ണം അല്ലെങ്കിൽ 2 എണ്ണം പറയാം. അഹമേ വാസമേവാഗ്രേ ന അന്യത് സത് അസത്പരം പശ്ചാദകം യദേതച്ഛ യോ വശിഷ്യേത സോസ്മ്യകം. അഹം ഏവ ആസം. ആസം എന്ന് പറഞ്ഞാൽ എന്താ പറയുക? കാലം വേറെയാ. ഉണ്ടായി എന്നല്ല, ഉണ്ടായിരുന്നുള്ളൂ.
അതാണ് പ്രയോഗത്തിൽ നിന്നാണ് അത് മനസ്സിൽ. അഹമേവ ആസം, എപ്പോൾ? അഗ്രേ, ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ആരേ ഉണ്ടായിരുന്നുള്ളൂ? ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ബാക്കിയെല്ലാം ഉണ്ടായതാ. ഞാൻ പറഞ്ഞില്ലേ, ഒരു വസ്തു ഉണ്ടാകണമെങ്കിൽ ഉണ്ടാവാൻ എന്തെങ്കിലും ഒരു വസ്തു വേണ്ടേ? ഉണ്ടാവണം. അതിനുള്ള അടിസ്ഥാന വസ്തുവായിട്ടുള്ള ആരോ ഉള്ളായിരുന്നു? ഞാൻ മാത്രമേ ഉണ്ടായി. അഹമേവാസമേവാഗ്രേ ന അന്യത്, വേറെ ഒന്നും തന്നെ ഇവിടെ ഇല്ലായിരുന്നു എന്ന്. എന്നിട്ട് പറയാണ് ഏതുപോലെ? യത് സത്ത് അസത്ത്, സത്തായിട്ടോ അസത്തായിട്ടോ ഇവിടെ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ മാത്രമേ ഉണ്ടായി, പരമമായിട്ട്. ഇനിയും പശ്ചാത്തഹം, ഈ സൃഷ്ടി നടന്നു കഴിഞ്ഞാലോ ഞാൻ മാത്രമേ ഉള്ളൂ. നീയല്ലോ സൃഷ്ടിയും വന്നു. സൃഷ്ടി വന്നില്ലേ? പശ്ചാത്തകം യത് ഏതച്ച. ഇനി ഇതിൻ്റെ ഇടയിലും സ്ഥിതി നടക്കുമ്പോഴും ഇവിടെ കാണപ്പെടുന്നവയെല്ലാം ആര് തന്നെ? ഞാൻ മാത്രമേ ഉള്ളൂ. സോ അസ്മി. പിന്നെയോ അവശിഷേത സോസ്മി. ഈ പ്രളയജലത്തിൽ ഈ കാലം മുഴുവൻ, ഇതിനെ, ഈ ലോകത്തിനെ മുഴുവൻ കൊണ്ടുപോയി കഴിഞ്ഞാലും അവശേഷിക്കുന്നവൻ ആര് മാത്രമേ ഉള്ളൂ? അപ്പോൾ എന്തായി? ആദിയുമില്ല അന്തവുമില്ലാത്ത സനാതനമായിരിക്കുന്നത് ആര് മാത്രമേ ഉള്ളൂ? ഈ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്, എന്നിൽ തന്നെയാണ് ഇത് നിലനിൽക്കുന്നത്, ഞാൻ തന്നെയാണ് ഇത്. അവസാനം ഇതെല്ലാം ചെന്ന് ചേരുന്നതും എന്നിലാണ്, അവസാനമുള്ളതും ഞാൻ തന്നെ. യസ്മിന്നിദം യതശ്ചേദം യേനേദം യൈദം സ്വയം യോസ്മാത് പരസ്മാത് പരകാത്തം പ്രപദ്യേ സ്വയംഭുവം. ഏത് സ്തുതിയാണെന്നറിയാവോ? ഗജേന്ദ്ര സ്തുതി. യസ്മിന്നിദം, ഈ ജഗത്ത് ഏതിലാണോ ഉണ്ടായത്, അതാ ഇവിടെ പറഞ്ഞത്. പശ്ചാത്തകം, ഉദാഹരണം പറഞ്ഞാൽ വെള്ളത്തിൽ കുമിളയുണ്ടാവും ഇല്ലേ? നല്ല ഒഴുക്കുള്ളപ്പോൾ, കാറ്റടിച്ച് ഒഴുക്ക് വരുമ്പോൾ കുമിളയുണ്ടാവും. ഈ കുമിള ഉണ്ടായത് എവിടെ നിന്നാ? വെള്ളത്തിൽ നിന്നാ. ഈ കുമിള ഉണ്ടായിട്ട് നിൽക്കുന്നത് എവിടാ? വെള്ളത്തില. ഈ കുമിള എന്ന് പറയുന്നത് എന്തോന്നാ? വെള്ളമാണ്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ചെന്ന് ചേരുന്നതും എവിടെയാ? അത്ര പറഞ്ഞത്. ഈ ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുന്ന കുമിളകളെല്ലാം എവിടെ നിന്നാ ഉണ്ടായത്? ആ ഭഗവാനിൽ നിന്നാണ്. ഇതെവിടെയാ നിലനിൽക്കുന്നത്? ഭഗവാനിൽ തന്നെ, ഈ ലോകത്താണ്. അവസാനം ഇത് പൊട്ടിച്ചെന്ന് ചേരുന്നതും ആരിലേക്കാണ്? ഓം പൂർണ്ണമദ, കേട്ടുകണ്ടോ? ഓം പൂർണ്ണമദ ചൊല്ലിക്കേ, കേട്ടാണ്. എനിക്ക് അത്രയും നാക്ക് കുഴയുമല്ലോ. നോക്കട്ടെ. പൂർണ്ണസ്യ പൂർണ്ണമാദായ. എന്താ അർത്ഥം എന്നറിയാവോ? മലയാളം സ്വാമിമാരൊക്കെ പ്രഭാഷണത്തിൽ പറയാറില്ലേ? അത് പൂർണ്ണമാണ്, ഇതും പൂർണ്ണമാണ്, പൂർണ്ണത്തിൽ നിന്നുമാണ് പൂർണ്ണമുണ്ടായത്. പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം മാറ്റിയാൽ പൂർണ്ണം മാത്രം അവശേഷിക്കും. എന്തു മനസ്സിലായി? ഒരു കുന്തവും മനസ്സിലായില്ല. ഇത് തന്നെയാ തത്വം. യസ്മിന്നിദം യതശ്ചേദം. ആകാശത്തൊരു സൂര്യൻ ഇപ്പൊ ഉദിച്ചു നിൽപ്പുണ്ട് ഇല്ലേ? നമ്മൾ താഴെ ഒരു മൺകുടം വെച്ചു. ആ മൺകുടത്തിൽ വെള്ളവുമുണ്ട്. ആ വെള്ളത്തിൽ എന്തുണ്ടാവും? സൂര്യന്റെ പ്രതിബിംബം ഉണ്ടാവോ ഇല്ലയോ? ഉണ്ടാവും. 100 കുടം വെച്ചാലോ ആര് തന്നെയാ? അത് സൂര്യൻ തന്നെയല്ലേ?
അപ്പുറം കുളമില്ലേ, കുളത്തിലും ആരുണ്ടാവും? സൂര്യനുണ്ടാവും. അപ്പുറം ഒരു വലിയ ആനയൊക്കെ കെട്ടിയിട്ടുണ്ട്, അല്ല ആനയല്ലല്ലോ, വലിയൊരു ചെമ്പ് പാത്രം, അതിലും ആരുണ്ടാവും? സൂര്യൻ്റെ. ചെറിയ കുടത്തിൽ ഉണ്ടാകുന്ന സൂര്യൻ്റെ പ്രതിബിംബം വലിപ്പം കുറവ്, കുളത്തിലേത് വലുത്. അങ്ങനാണോ? ഇന്ന് ഉച്ചയ്ക്ക് അവിടെ പോയി നോക്കണം. എല്ലാ കുടത്തിലെയും ഉള്ള വലിപ്പം തന്നെ ഏതിലും ഉള്ളൂ? ചെമ്പിലും കുടത്തിലും. വ്യത്യാസം വല്ലതും ഉണ്ടോ? ഇങ്ങനെ കുടത്തിൽ വെച്ചിരിക്കുക. അപ്പോഴാണ് ഒരു കുട്ടി വന്നിട്ട് അപ്പൂപ്പനോട് ചോദിച്ചു, അപ്പൂപ്പ ഈ കുടത്തിൽ എന്തോ ഈ കാണുന്നെന്ന് ചോദിച്ചു. അപ്പം അപ്പൂപ്പൻ പറഞ്ഞു, ആ സൂര്യനാണിത്. കുട്ടിക്ക് മനസ്സിലായി ആ സൂര്യനാണ്. തിരി കഴിഞ്ഞപ്പം അവൻ അപ്പൂപ്പനുമായിട്ട് വഴക്ക് പിടിച്ചിട്ട് വന്നിട്ട് ആണ്ട് കിടക്കുന്നു അപ്പൂപ്പൻ്റെ സൂര്യനെന്നും പറഞ്ഞു കുടം തല്ലി ഒറ്റ പൊട്ടിയിൽ. എന്നിട്ട് അപ്പൂപ്പനോട് ചോദിച്ചു, അപ്പൂപ്പ സൂര്യൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പൂപ്പൻ പറഞ്ഞു, ദോ നിൽക്കുന്നു എന്ന്. ഇനി നമ്മുടെ മന്ത്രം ഇങ്ങെടുത്തോളുക. ഓം പൂർണ്ണമദ, അത് പൂർണ്ണമാണ്. മുകളിൽ കാണുന്ന സൂര്യൻ എന്തുവാ? പൂർണ്ണമാണ്. സംശയമൊന്നുമില്ലല്ലോ. പൂർണ്ണമിതം, ഈ കുടത്തിലുള്ള സൂര്യനും പൂർണ്ണമാണ്. കുടത്തിലെ സൂര്യൻ എവിടുന്നാ ഉണ്ടായത്? പൂർണ്ണാത് പൂർണ്ണമുദച്യതേ, താഴത്തെ പൂർണ്ണം ഉണ്ടായി. ഈ താഴെയുള്ള പൂർണ്ണസ്യ, ആ പൂർണ്ണത്തിൻ്റെ പൂർണ്ണം, താഴെ കാണുന്ന പൂർണ്ണം ആദായ, എടുത്താൽ കുടം തല്ലി പൊട്ടിച്ചു കളഞ്ഞാൽ ആരവശേഷിക്കും? പൂർണ്ണമേവ അവശിഷ്യതേ. അങ്ങനെയാണെങ്കിൽ ഈ കസേരയിൽ ഇരിക്കുന്ന ഇതുപോലെ കുറെ മൺകുടങ്ങളാ. ഈ മൺകുടങ്ങളിലെല്ലാം ആ പരമപുരുഷനായിരിക്കുന്ന ഭഗവാന്റെ പ്രതിബിംബങ്ങൾ ഇതിലുണ്ട്. ഉപാധിയായിരിക്കുന്ന ഈ കുടം വീണാൽ, ഏത് ശരീരം വീണ് കഴിയുമ്പോൾ ഇതിലുള്ള ചൈതന്യം എവിടെ തന്നെ ചെല്ലും? അതവിടെ ഉണ്ടാവും. അപ്പോൾ ഉപാധിയിലുള്ള ജീവന് മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത്. അതേപോലെ ഇവിടെയും പറഞ്ഞു, പശ്ചാത്തകം യഥേതച്ച, സൃഷ്ടിക്ക് ശേഷവും ഞാനാണ്. പിന്നെയോ സൃഷ്ടി കഴിഞ്ഞാലും കുടം പൊട്ടിക്കഴിഞ്ഞപ്പോഴും അവശേഷിച്ച സൂര്യൻ ഏതാ? മുകളിലത്തെ സൂര്യനെ പോലെ ആ പരമപുരുഷനായിരിക്കുന്ന ഞാൻ തന്നെ ആയിരിക്കും. പിന്നെ ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ജാത്മനി, മായയെക്കുറിച്ച് പറയുന്നതാണ്. പറഞ്ഞാലും തീരില്ല. അതുകൊണ്ട് എന്താ പറയുക, അങ്ങനെ ആ ചതുശ്ലോകി ഭാഗവതത്തിൽ ആദ്യത്തെ ശ്ലോകം സമയം അത്രേ ഉള്ളതുകൊണ്ടാണ് ആ ചതുശ്ലോകി ഭാഗവതവും ഉപദേശിച്ചു കൊടുത്ത് ഇത് വിപുലീകരിച്ച് എഴുതാൻ പറഞ്ഞു. അങ്ങനെയാണ് പിന്നീട് വ്യാസന് അത് കേട്ടി. എന്നിട്ട് പറഞ്ഞു, ഇതിനകത്ത് ഓരോ പദങ്ങളും സാധുസ്വാദ് പദേവ്. പിന്നെ പറഞ്ഞു, യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യവി നാമാന്യനന്ദസ്യേ ശൃംഗിതാനിയത് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സധവ. ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ, ആ കാര്യങ്ങൾ പറയുമ്പോൾ ഇച്ചിരി തെറ്റിയാലും അർത്ഥഗതി പോയാലും കുഴപ്പമൊന്നുമില്ല. ആരെക്കുറിച്ച് ആയതുകൊണ്ട് അത് പുള്ളിക്കാരൻ അങ്ങ് ക്ഷമിക്കും. അത് നമ്മൾ ആയുധമായിട്ട് എടുത്തുകൊണ്ട് സർവത്ര തെറ്റു പറയല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇതൊരു ന്യായമായിട്ട് എടുക്കരുത്. കഴിയുന്നതും തെറ്റാതെ തന്നെ. പിന്നെ പ്രത്യേകിച്ച് സ്തോത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ അത് ഇപ്പം ചൊല്ലുന്നത് മിക്കവാറും ഏതൊക്കെ ചൊല്ലുള്ളൂ? ഗായത്രി സഹസ്രനാമം. ഇപ്പോൾ പറഞ്ഞ് യൂട്യൂബിനകത്ത് ഉമ്മ ഒരു പണിയില്ലാതെ കുറേ പെണ്ണുങ്ങളെ കൊണ്ട് അടിച്ചിറക്കി. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിൽ എനിക്ക് ചിന്മയ ചങ്ങനാശ്ശേരി എന്നുള്ളവരയച്ചു തന്ന വാട്സപ്പിലൂടെ ലളിതാ സഹസ്രനാമം. ഈ തള്ള ഞാൻ അവരെ പെണ്ണും പിള്ളേന്നേ പറയുള്ളൂ. എന്തൊരു വൃത്തികേടാ പഠിപ്പിച്ച് വെക്കുന്നത്. ഇവിടെ ലളിതാ സഹസ്രനാമം ചൊല്ലാറില്ലേ? ഉണ്ടോ ഇല്ല? എങ്ങനെയാ ചൊല്ലുന്നത് നോക്കട്ടെ, ഇപ്പം പറയാം. ഓം ശ്രീമാതാ അടുത്തത് ചിദഗ്നികൊണ്ട സംഭൂത ദേവകാര്യ സമുദ്യത
ആ വിചാരണ. അടുത്ത ഒരു വരി കൂടെ മതി. മനസ്സിലായി? ചെമ്പകയല്ല കേട്ടോ, ചമ്പകയാണ്. അവിടെ പോയി. ഇവിടെ സഹസ്രനാമം ചൊല്ലുമ്പോൾ ലളിതാ സഹസ്രനാമം പ്രത്യേകിച്ച് സ്തോത്രമാണ്. നാമാവലിയാണെ കുഴപ്പമില്ല. അപ്പം എന്നാലും നാമാവലി ചൊല്ലണമെങ്കിൽ ഇതുകൂടെ അറിഞ്ഞിരിക്കണം. നാമാവലി ചൊല്ലുമ്പോൾ ചൊല്ലുന്നതാണെങ്കിൽ ഇത് കൃത്യമായിട്ട് ചൊല്ലേണ്ടതാണ്. അതൊക്കെ സംഭവം. നാമാവലിയൊക്കെ എനിക്ക് മനസ്സിലായി. ഓം ശ്രീമത് സിംഹാസനേശ്വര്യൈ നമ, ഓം ചിദഗ്നികുണ്ഡ സംഭൂതായൈ നമ, അതല്ലേ? ഇവിടെ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ഒരു കാര്യം അറിയുക, പദങ്ങൾ സമസ്ത പദങ്ങളുമുണ്ട്, വ്യസ്ത പദങ്ങളുമുണ്ട്. സമസ്ത പദങ്ങൾ സമസ്ത പദമായിട്ട് തന്നെ ചൊല്ലണം. വ്യസ്തിച്ച് പറഞ്ഞാൽ അർത്ഥം തലകുത്തിപ്പോകും. ഇപ്പൊ കാര്യം പിടികിട്ടിയോ? നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല എന്ന് ചൊല്ലിയാൽ തെറ്റാ. അതിനെയും ഏത് വലിയ പരമാചാര്യം വന്നാലും ഞാൻ അംഗീകരിക്കത്തുമില്ല. ആര് പറഞ്ഞു കൊടുത്താന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചൊല്ലേണ്ടത്? നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല, ഒറ്റപ്പദമാണ്. അടുത്തത് ചമ്പക, ചൊല്ലിയത് ചമ്പക ശോക പുന്നാക അല്ലേ, സൗഗന്ധികല സർക്കജ. നാരായണൻകുട്ടിയല്ല അങ്ങനെ കേട്ട് പഠിച്ച. അങ്ങനല്ല ചൊല്ലേണ്ടത്. ചമ്പക ശോക പുന്നാക സൗഗന്ധികല സർക്കജ, ഒറ്റപ്പദവാ. ചമ്പക ശോക പുന്നാക സൗഗന്ധികല സത്കജ കുരുവിന്ദമണി ശ്രേണി കനക്കോടീര കണ്ടി, ഒറ്റപ്പദ. അഷ്ടമി ചന്ദ്ര വിഭ്രാജ, ദളിക സ്ഥലയല്ല അല്ല. പിന്നെ എങ്ങനെയല്ലെന്ത് തുടക്കം എങ്ങനെയാ? എന്ത് എന്താ? ചമ്പക ശോക പുന്നാക സൗഗന്ധികല സത്കജ ഗുരുവിന്ദമണി ശ്രേണി കനക്കോടീര മണ്ഡിത അഷ്ടമി ചന്ദ്ര വിഭ്രാജ, ദളിക സ്ഥല. ദളികവല്ല, അളിവണ്ട. ഇപ്പൊ ഞാൻ പറയാം, ചമ്പക ശോക പുന്നാക സൗഗന്ധികല സത്കജ എന്ന ചൊല്ലിയതെങ്കിൽ എന്താ അർത്ഥം? ഈ ദേവി ചമ്പകമാണ്, അശോകമാണ്, പുന്നാകമാണ്. ഇതെല്ലാം ഓരോ വൃക്ഷങ്ങളും ചെടികളുമാണ് അല്ലേ? പിന്നെ പറയുക സൗഗന്ധികല സത്കജ, ഈ ദേവിയുടെ തലമുടിക്കെട്ടിനകത്ത് ഏതാണ്ട് പെർഫ്യൂം അടിച്ചിട്ട് സുഗന്ധമായിട്ടിരിക്കുന്നവളെന്നുവാ. യഥാർത്ഥത്തിൽ എന്താ വരേണ്ടത്? ചമ്പകവും അശോകവും പുന്നാകം ഇവയുടെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുകൊണ്ട് സൗരഭ്യമേറിയ തലമുടിക്കെട്ടോട് കൂടിയവളെന്ന. മനസ്സിലായോ? മുറിച്ചു കൊല്ലുമ്പോൾ ദേവി ആരാവും? ചമ്പകവുമാവും, അശോകമാവും, പുന്നാകം. ഇനി ഇങ്ങനൊരു വരിയില്ലേ? ദുഷ്ടദൂര, ദുഷ്ടദൂര ഒരാൾ ചൊല്ലിക്കൊടുത്ത ദുഷ്ടദൂര ദുരാചാര ശമനി ദോഷവർജിത. തെറ്റുവല്ലോ ഉണ്ടോ? തെറ്റുണ്ടോ ഇല്ലയോ? ഈ ദേവി ദുഷ്ടന്മാർക്ക് ദൂരെ ഉള്ളവളാണ്. അടുത്ത വാക്കാ കുഴപ്പം. ദുരാചാര, തോന്നിവാസം നടക്കുന്നവളാന്നാ. പക്ഷെ എഴുതേണ്ടത് ചൊല്ലേണ്ടത് എങ്ങനെയാ? ദുഷ്ടദൂര ദുരാചാര സമനി. ഇത് കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ ശ്വാസം കെട്ടാനായിട്ട് 8ാമത്തെ അക്ഷരത്തെ നമ്മളങ്ങ് നിർത്തും. ദയവ് ചെയ്ത് നിർത്തരുത്. സമസ്തപദം. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞു വന്നത്, തെറ്റ് ചൊല്ലിക്കോ, തെറ്റാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കൊണ്ട്, അതുകൊണ്ട് കേട്ട് പഠിക്കണം. അറിയാവുന്നവര് ചൊല്ലുന്നത് കേട്ട് പഠിച്ചിട്ട് ചൊല്ലണം. ഇല്ലെങ്കിൽ ഒന്നും ചൊല്ലണ്ട, അമ്മേ നാരായണാതെ ചൊല്ലാം. അതൊന്നും പോരാ, ഇച്ചിരി കട്ടി കൂടിയത് വേണം. എന്നിട്ട് അങ്ങനെ ചൊല്ലിയാൽ അതിന് ഫലം വിപരീതം. അതുകൊണ്ട് ഇവിടെ ഒരു ഓപ്ഷൻ പറഞ്ഞതാണ്. എന്താണ് ഇത്? എന്താണ്? യസ്മിൻ പ്രതിശ്ലോകം
അബദ്ധവത്യപി നാമാനി. നാമാനി എന്ന് പറഞ്ഞത് അവിടെ അതാണ്. നിങ്ങൾ മനസ്സോടുകൂടി ചെല്ലുമ്പോൾ ഇച്ചിരി തെറ്റൊക്കെ വന്നാലും എനിക്ക് ഇത് എങ്ങനെയും ഇയാളെ കൊണ്ട് എഴുതിപ്പിക്കാൻ പറഞ്ഞതാ, അല്ലെങ്കിൽ ഇയാൾ പറയുകയല്ലേ എനിക്ക് വലിയ കഴിവൊന്നുമില്ല, തെറ്റൊക്കെ വരുമെന്ന് പറഞ്ഞ് വ്യാസൻ എഴുതാതിരിക്കാൻ ശ്രമം നടത്തുമ്പോൾ, കുഴപ്പമില്ലടോ താൻ ഇത്തിരി തെറ്റെഴുതിയാലും ഞാനതങ്ങ് അംഗീകരിച്ചത്. വ്യാസനോടാ പറഞ്ഞത്. എന്തുകൊണ്ടാ വ്യാസനോട് അത് പറഞ്ഞത്? ഈ മനുഷ്യൻ എഴുതിയാൽ തെറ്റുവേലെന്ന് ആർക്കറിയാം? നാരദർക്ക്. നമ്മളെക്കുറിച്ച് പറഞ്ഞാലോ മുഴുവൻ തെറ്റാവുമ്പോൾ പിന്നെ അങ്ങനെ നമ്മളോട് പറയോ? അതുകൊണ്ട് അതൊരു ഓപ്ഷനായിട്ട് സ്വീകരിക്കരുത് എന്നർത്ഥം. ഏതായാലും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ദ്വിതീയ സ്കന്ധം അവസാനിക്കുന്നത്. പിന്നീടാണ് തൃതീയ സ്കന്ധം. തൃതീയ സ്കന്ധം മുതൽ വേറെ കഥയാണ്. അതിലാണ് വിസർഗങ്ങളെ പറ്റി പറയുന്നത്, ഓരോ തരത്തിലുള്ള സൃഷ്ടി. അതൊന്നും ഇനിയിപ്പം ഞാൻ അത് പിന്നെ വളരെ പ്രസിദ്ധമായ ഒരു പ്രകരണം ആരംഭിക്കുകയാണ്. ഭാഗവതം 3 സംവാദങ്ങളാണ്. ആദ്യത്തേത് സൂതശൗനക സംവാദം. ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് മുഴുവൻ ഏതാ? സൂതസൗതന സംവാദം. ഇനിയിപ്പം ദ്വിതീയം മുതൽ പരീക്ഷിത് ശുഖസംവാദം. ഇനിയും തൃതീയത്തിൽ വരുന്നത് വിതുര മൈത്രേയ സംവാദം. വീണ്ടും പരീക്ഷിത്തും ശുഗനും തമ്മിലുള്ള സംവാദത്തിലേക്ക് പോയി അവസാന ദ്വാദശത്തിലെത്തുമ്പോൾ പഴയതുപോലെ ഏത് സംവാദത്തിലെത്തും? സൂതശൗനക സംവാദം നൈമിഷാരണ്യത്തിൽ എത്തും. ഇനിയും തൃതീയത്തിൽ വിതുരനും മൈത്രേയരും തമ്മിലുള്ള സംവാദമാണ്. അവിടെയാണ് പ്രസിദ്ധങ്ങളായ പ്രകരണങ്ങൾ വരുന്നത്. അതിലൊന്നാണ് കാവിലം എന്ന് പറയുന്ന കപിലോപദേശം. അതിനു മുമ്പ് ഉച്ചയ്ക്ക് ശേഷം ആളുണ്ടെങ്കിൽ പറയും വിതുര മൈത്രേയ സംവാദത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഭാഗം, അതായത് വാസനകൾ എങ്ങനെയാണ് നമ്മളെ, ഇപ്പൊ പറഞ്ഞില്ലേ, വാസനകൾ ഊതികൾ എങ്ങനെയാണ് ശരീരത്തെ നൽകുന്നത് എന്നുള്ള ചോദ്യത്തിന് സുഖായ കർമാണി കരോതി ലോകോന്നതൈ സുഖം വാന്യതുപാരമം വാ എന്ന ചോദ്യത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത് ആ വാസനകളെ കുറിച്ച്. അത് 3 മണിക്ക് ആളുണ്ടെങ്കിൽ പറയും, ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഞാനും കിടന്ന് ഉറങ്ങും. എന്നിട്ട് നമ്മൾ വൈകിട്ട് വീണ്ടും പറയും. എന്തോ സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും കുറേ വായിക്കാനുണ്ട്. അതുകൊണ്ട് ഇന്ന് പാരായണം ഊണ് കഴിഞ്ഞാൽ ഉടൻ തന്നെ 1:30 ഇത്തിരി പുറകിലാണ്. അതുകൊണ്ട് ആ അരമണിക്കൂറുടെ ഞങ്ങളങ്ങ് കവർ ചെയ്തെങ്കിൽ പറച്ചിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പാരായണം ആരംഭിക്കും. എന്നുകൂടി ഓർമ്മിച്ച് 2 അധ്യായം വായിച്ചിട്ട് ഉച്ചക്കലത്തെ അങ്ങ് സമർപ്പിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി തൃതീയ സ്കന്ധമാണ് പറയുവാനായിട്ട് ആരംഭിക്കുന്നത്. തൃതീയ സ്കന്ധത്തിലാണ്. തൃതീയ സ്കന്ധം തുടങ്ങി ചതുർത്ഥ സ്കന്ധം സമാപിക്കുന്നത് വരെ വിതുര മൈത്രേയ സംവാദമായിട്ടായിരിക്കും ഭാഗവതത്തിൽ ഇനി കാര്യങ്ങൾ വരുന്നത്. ഇനിയിപ്പോൾ പരീക്ഷിത്തുമില്ല, ശുഗനുമില്ല. വിതുരരാണ് ചോദ്യം ചോദിക്കുന്ന, മൈത്രേയർ ഉത്തരം പറയും. അതുകൊണ്ട് വിതുര മൈത്രേയ സംവാദം എന്നാണ് തൃതീയ സ്കന്ധം മുതൽ ചതുർത്ഥ സ്കന്ധം വരെയുള്ള പ്രകരണങ്ങൾക്ക് പറയുന്നത്. പ്രഥമസ്കന്ധത്തിലെ ചില വസ്തുതകൾ പരീക്ഷിത്ത് മഹാരാജാവിനോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, കുരുക്ഷേത്ര യുദ്ധം നടന്നപ്പോൾ, കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിതുരര് ഹസ്തിനാപുരം വിട്ടുപോയിരുന്നു എന്ന് പറഞ്ഞു നിർത്തി. ഈ പ്രശ്നം പറഞ്ഞു വച്ചു. അങ്ങനെ അറിഞ്ഞതുകൊണ്ട് വീണ്ടും ശൗനകാദികൾ സൂതനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് വിതുരര് ഈ യുദ്ധസമയത്ത് തീർത്ഥാടനത്തിന് പോയി? എന്ത് കാരണത്താലാണ് പോയത്? കാരണം കൗരവവംശത്തിൽ അല്ലെങ്കിൽ പാണ്ഡവരുടെയും കൗരവരുടെയും പ്രധാനിയാണ് വിതുരര്. മാത്രവുമല്ല വിതുരര് യുദ്ധത്തെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടുമില്ല. എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ കാരണം ആരംഭിച്ചുകൊണ്ടാണ് എങ്ങനെ വിതുരര് തീർത്ഥയാത്രയ്ക്ക് പോയി എന്നുള്ള സംഭവം പറയുകയാണ്. ധൃതരാഷ്ട്രന്റെ മക്കളാണ് കൗരവര്, പാണ്ഡുവിൻ്റെ മക്കളാണ് പാണ്ഡവര്. പക്ഷെ ഇവർ നിരന്തരം പലതരത്തിലുള്ള വഴക്കുകളിൽ കഴിഞ്ഞുകൂടുകയാണ്. നിരന്തരം എന്ത് പ്രശ്നമുണ്ടായാലും ഇവരേറ്റുമുട്ടുകയാണ്. അങ്ങനെ സഹികെട്ട് ധൃതരാഷ്ട്രര്
തൻ്റെ അനുജനായിരിക്കുന്ന വിതുരരാണ് ഈ രാജ്യത്തിൻ്റെ അധിപതി അല്ലെങ്കിൽ മന്ത്രി. എന്ത് കാര്യങ്ങളും വിതുരരോട് ചോദിച്ചിട്ടാണ് ആര് ചെയ്യുക? ധൃതരാഷ്ട്രർ. അപ്പോൾ ഇദ്ദേഹം മനസ്സുകൊണ്ട് ആലോചിച്ചു, എങ്ങനെ എൻ്റെ സഹോദരൻ്റെ മക്കളും എൻ്റെ മക്കളും തമ്മിലുള്ള ഈ സ്പർദ്ധ ഒന്ന് ഇല്ലാതാക്കാൻ സാധിക്കും? അതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് ഒരു ദിവസം വിതുരരെ തൻ്റെ രാജധാനിയിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. അവിടെ വെച്ച് ധൃതരാഷ്ട്രർക്ക് ഒരു രാജാവിൻ്റെ ധർമ്മം, പ്രജകളുടെ ധർമ്മം, മന്ത്രിയുടെ ധർമ്മം, പത്നിയുടെ ധർമ്മം, ഭർത്താവിൻ്റെ ധർമ്മം എന്നു വേണ്ട സകല വിഷയങ്ങളെയും അവിടെ വെച്ച് ധൃതരാഷ്ട്രർക്ക് വിതുരര് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അതാണ് ലോകപ്രസിദ്ധമായ വിതുര നീതി. ഇത് മുഴുവൻ ഉപദേശിച്ചു കൊടുക്കും. പക്ഷേ ഇത് കേട്ടിട്ടും ധൃതരാഷ്ട്രർക്ക് യാതൊരു മാറ്റവും ഉണ്ടായതുമില്ല. അങ്ങനെ വിതുരരെ വിളിച്ചു ഇരുത്തി ചോദിച്ചു, പറഞ്ഞു, വിതുരരെ, നിനക്കറിയാമല്ലോ എൻ്റെയും പാണ്ഡുവിൻ്റെയും മക്കൾ തമ്മിൽ നിരന്തരം മത്സരമാണ്, വഴക്കാണ്. ഈ വഴക്കില്ലാതാക്കുവാൻ എന്ത് കാര്യം ചെയ്താലായിരിക്കും ഇത് തീരുക എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവസാനം വിതുരർ പറഞ്ഞു, ഈ രാജ്യത്തെ സകല പ്രശ്നങ്ങളും തീരണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം അങ്ങ് ചെയ്താൽ മതി. എന്താണത്? അങ്ങയുടെ മൂത്തല്ലോ ആരാ? ദുര്യോധനൻ. യവനെ ഈ കൊട്ടാരത്തിൽ നിന്ന് അടിച്ചിറക്കി വിട്ടാൽ ഇവിടുത്തെ സകല പ്രശ്നവും തീരും. ഇത് കേട്ടുകൊണ്ടാണ് മുറിയുടെ വെളിയിൽ ആര് നിൽക്കുന്നത്? ദുര്യോധനൻ. പിന്നത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങോട്ട് കയറി വന്നിട്ട് തൻ്റെ പിതാവിൻ്റെ സഹോദരനാണെന്നുള്ള ഭാവം പോലും മറന്നുകൊണ്ടാണ് വിതുരരോട് ആര് സംസാരിക്കുന്നത്? ദുര്യോധനൻ. ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് ഇവനെന്ത് കാര്യം എന്ന ആദ്യത്തെ ചോദ്യം. അടുത്ത ചോദ്യം വന്നത്, ക്ഷത്രിയന്മാർ സംസാരിക്കുന്നിടത്ത് ശൂദ്രസ്ത്രീയിൽ ജനിച്ച തനിക്കെന്താടോ അഭിപ്രായം പറയാൻ അവകാശം? അച്ഛൻ്റെ അനിയനാന്നൂടി ഓർത്തോണം. ആ ഇളയച്ഛൻ്റെ ജന്മത്തെ പോലും അവിടെ വെച്ച് ആര് ചോദ്യം ചെയ്യുക? ഈ ദുര്യോധനൻ. ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, യവനെ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം. ഇതിനകത്ത് കിടന്ന് ചാകരുത്. കൊട്ടാരത്തിനകത്ത്, കൊട്ടാരത്തിൻ്റെ മതിൽക്കെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവൻ മരിക്കുകയും വേണം. ആ തരത്തിൽ മർദ്ദിച്ച് ഇയാളെ ഇവിടുന്ന് അടിച്ചിറക്കാനാണ് ആര് പറയുന്നത്? ദുര്യോധനൻ. ഇത് കേട്ടിട്ടും ഒരക്ഷരം പോലും ഉരിയാടാതെ ആരിയ്ക്കുകയാണ്? ധൃതരാഷ്ട്രർ. ദുര്യോധനൻ പറഞ്ഞതല്ല വിതുരരെ സങ്കടപ്പെടുത്തിയത്. ഇത്രയും വലിയ ഗംഭീരമായിട്ട് താൻ ഉപദേശം കൊടുത്തിട്ടും ഈ മനുഷ്യൻ്റെ അവിടെ വാക്ക് പ്രയോഗിച്ചത് ബാഹ്യമായ അന്ധത മാത്രമല്ല ഇയാൾക്കുള്ളത്, ആന്തരികമായ അന്ധതയും ബാധിച്ച ഇയാളോടാണല്ലോ ഞാനിത് മുഴുവൻ ഉപദേശിച്ചത് എന്നുള്ള ദുഃഖമായിരുന്നു വിതുരർക്കപ്പോൾ ഉണ്ടായത്. ഉടൻ തന്നെ വിതുരർ തീരുമാനിച്ചു, അടിച്ചിറക്കുന്ന എന്തിനാ, ഞാൻ തന്നെ സ്വയം അങ്ങ് ഇറങ്ങുന്നതാണ് നല്ലത് എന്ന് വെച്ചുകൊണ്ട് ധൃതരാഷ്ട്രരുടെ മുമ്പിൽ നമസ്കരിച്ചു. തൻ്റെ അധികാര ചിഹ്നമായിരിക്കുന്ന ആ കിരീടവും അതേപോലെ തന്നെ വില്ലും അത് ആരുടെ കാൽക്കൽ വെച്ചു? ഈ ധൃതരാഷ്ട്രരുടെ മുമ്പിൽ വെച്ചിട്ട് നേരെ തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ആരും അറിയാതെ വേഷപ്രച്ഛന്നനായിട്ട് കൊട്ടാരം വിടുകയാണ്. പിന്നെ പോയത് നേരെ ഭഗവാന്റെ ക്ഷേത്രങ്ങളെല്ലാം എവിടെയെല്ലാം ഉണ്ടോ ആ ക്ഷേത്രങ്ങളിലെല്ലാം തീർത്ഥാടനം നടത്തുകയാണ് ആര്? വിതുരര്. ആരുമായിട്ടും യാതൊരു സംസർഗവുമില്ല, ആർക്കും തിരിച്ചറിയാനും പറ്റാത്ത വിധം വേഷപ്രച്ഛന്നനായിട്ടാണ് വിതുരര് പോകുന്നത്. കാലം കുറെ കഴിഞ്ഞു. അപ്പോഴേക്കും കുരുക്ഷേത്ര യുദ്ധം നടന്നു കഴിഞ്ഞു. ഈ വിവരവും വിതുരര് അറിഞ്ഞിട്ടില്ല. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ദുര്യോധനാദികളെല്ലാം പോയി. ധർമ്മപുത്രർ തുടങ്ങിയവർ ഭരണമേറ്റെടുത്തു. അങ്ങനെ സമ്പുഷ്ടമായിട്ട് കഴിയുന്ന സമയത്ത് വിതുരര് ആലോചിച്ചു, ഇനിയും എത്രയോ കാലമായി ബന്ധുക്കളെക്കുറിച്ചൊരു വിവരവുമില്ലല്ലോ.
അതുകൊണ്ട് നേരെ ഇവരുടെയൊക്കെ വിവരങ്ങൾ അറിയാം എന്ന് വെച്ചുകൊണ്ട് നേരെ എങ്ങോട്ട് പോവുകയാണ്? തങ്ങളുടെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ആ കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിക്കാണ് ഭഗവാന്റെ സ്വധാമം കഴിഞ്ഞു. ഉദ്ധവരെ ഭഗവാൻ ബദരിയിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഉദ്ധവര് ദ്വാരകയിൽ നിന്നും ബദരിയിലേക്കും പോകുന്നു. ബദരി ഭാഗത്ത് നിന്ന് തിരിച്ച് വിതുരര് എങ്ങോട്ടും വരുന്നു? ഹസ്തിനാപുരി ദ്വാരകയിലേക്ക് വരാമെന്ന് വെച്ച് പോരുകയാണ്. ഒരാൾ എറണാകുളത്തു നിന്ന് വരുന്നു, ഒരാൾ കോട്ടയത്തു നിന്ന് വരുന്നു. അത്രേ ഉള്ളൂ കാര്യം. കണ്ടുമുട്ടുന്നത് മിക്കവാറും എവിടെ വെച്ചായിരിക്കും? ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ. ഇതേപോലെ ഇവർ രണ്ടുപേരും എതിർദിശകളിൽ നിന്ന് വന്ന് ഒരു ഭാഗത്ത് വെച്ച് കാണുകയാണ്. രണ്ടുപേരും ഭഗവാന്റെ ഭക്തന്മാരുമാണ്. ഭഗവത് ഭക്തന്മാർ തമ്മിൽ കണ്ടുമുട്ടിയാൽ ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും? പൊതുവെ നിങ്ങളൊക്കെ ഭക്തന്മാരല്ലേ? ചൂരക്കുളങ്ങര ദേവിയുടെ ഭക്തന്മാരും അല്ലെങ്കിൽ ഏറ്റുമാനൂരപ്പൻ്റെ ഭക്തകളും ഭക്തന്മാരുമാണ്. നിങ്ങൾ തമ്മിൽ രണ്ടു കൂട്ടർ തമ്മിൽ വഴിയിൽ വെച്ച് കണ്ടാൽ ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും? ചൂരക്കുളങ്ങര ദേവിക്ക് സുഖമാണോ? എന്തുണ്ട് വിശേഷമെന്ന് ചോദിക്കുമോ? പൂവ. അയലോകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരുന്നയാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇവരങ്ങനെ ആയിരുന്നില്ല. ഭഗവത് ഭക്തന്മാരായിരുന്നത് കൊണ്ട് വിതുരര് കണ്ട ഉടനെ ഉദ്ധവരെ ഇവരെ ആലിംഗനം ചെയ്തു. അവിടെ വെച്ചാണ് വിതുരരും ഉദ്ധവരും തമ്മിലുള്ള ഒരു സംവാദം എന്നാണ് പറയുക. പക്ഷെ അവിടെ സംവാദമല്ല, കേവലം ഒരു സംവാദം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തത്വാധിഷ്ഠിതമായ വിഷയം പറഞ്ഞു കൊടുക്കുമ്പോഴേ എന്താവുകയുള്ളൂ സംവാദം. കഴിഞ്ഞതിന് മുമ്പലത്തെയാണോ അതിൻ്റെ മുമ്പലത്തെ വർഷമാണോ ഗുരുവായൂർ സത്രം നടന്നപ്പോൾ എനിക്ക് തന്ന വിഷയം വിതുരോദ്ധവ സംവാദമായിരുന്നു. പക്ഷെ ഞാൻ അതിനകത്ത് ഇപ്പോഴും നമുക്കത് യൂട്യൂബിൽ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. വിതുരോദ്ധവ സംവാദം ഗുരുവായൂർ സത്രം കുറിച്ചി രാമേന്ദ്രൻ അടിച്ചാൽ യൂട്യൂബിൽ അത് കിട്ടും. പക്ഷെ ഞാൻ അവിടെ വെച്ച് അത് പറഞ്ഞു. വിതുര ഉദ്ധവ സംവാദം എന്ന് പറയുന്നൊരു സംവാദം ഇല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുശലാന്വേഷണമാണ്. അവിടെ വെച്ച് വിതുരര് ചോദിച്ചു ഉദ്ധവരോട്, അല്ലയോ ഉദ്ധവരെ, ഭഗവാന് സുഖമാണോ? മുമ്പ് പറഞ്ഞാൽ ഭഗവാന്റെ മക്കൾക്ക് പത്നിമാർക്കെല്ലാം സുഖമാണോ എന്ന് ചോദിച്ചു. അവസാനം ഭഗവാന് സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി. എന്നിട്ട് ഉത്തരം പറയുന്നത്, ഭഗവാൻ കാരാഗൃഹത്തിൽ തുടങ്ങി തൻ്റെ ജന്മം തുടങ്ങി സ്വധാമത്തിലേക്ക് പോകുന്നത് വരെ, ഞാനെല്ലാം പറയണില്ല അതുകൊണ്ട് സമയമില്ലാത്തതാണ്, ഏതെല്ലാം ലീലകൾ ആടിയിട്ടുണ്ടോ ആ ലീലകളെയെല്ലാം ഒന്ന് സ്മരണം ചെയ്ത് ഈ ലീലകളൊക്കെ ആടിയ ആ ഭഗവാൻ നമ്മളെ വിട്ട് പോയി എന്നാ പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ അവതാര ലീലകളെയൊക്കെ ഒന്ന് ഉദ്ധവർ അവിടെ വെച്ച് സ്മരിക്കുന്നു. അവസാനം കൊണ്ടുവന്ന് വെക്കുന്നു. ഇത്തരത്തിൽ സകല തരത്തിലുമുള്ള ഒരു മനുഷ്യൻ്റെതായ നാട്യങ്ങളെ മുഴുവൻ ഒരു നടനെ പോലെ നിന്നാടിയിട്ട് തിരശീലയ്ക്ക് പിന്നിലേക്ക് ആ നടൻ മറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉദ്ധവർക്ക് വായിൽ നിന്നും ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ വിതുരർക്ക് അത്യധികമായ സങ്കടമുണ്ട്. രണ്ടുപേരും കുറേ നിമിഷത്തേക്ക് പരസ്പരം ആലിംഗനം ചെയ്തു നിന്ന് കരഞ്ഞു എന്നാണ്. അവസാനം കരയുന്ന കൂട്ടത്തിൽ ഉദ്ധവര് പറഞ്ഞു, ആ ഭഗവാൻ പോയെങ്കിലും ഭഗവാൻ സ്വധാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് അദ്ദേഹത്തിൻ്റെ തത്വങ്ങളെ മുഴുവൻ ഉപദേശിച്ചു തന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിതുരർക്ക് കൂടുതൽ സങ്കടമായി. എന്താ കാര്യം? ആ ഭഗവാന്റെ സ്വധാമപ്രാപ്തിയുടെ സമയത്ത് താൻ അവിടെ ഇല്ലാതെ പോയല്ലോ. അതുകൊണ്ട് അങ്ങേക്ക് ഉപദേശിച്ചു തന്ന ഉപദേശങ്ങൾ എനിക്കും കേൾക്കാൻ സാധിച്ചില്ലല്ലോ. അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യും, അങ്ങേക്ക് ഉപദേശിച്ചു തന്ന ഭഗവാൻ ഉപദേശിച്ചു തന്ന ആ തത്വങ്ങളൊക്കെ എനിക്കൊന്ന് ഉപദേശിച്ചു തരാൻ ആര് പറയുകയാണ്? ഉദ്ധവരോട് വിതുരര്. ഇത് കേട്ടപ്പോൾ ഉദ്ധവർ പറഞ്ഞു, അതെന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം എനിക്കല്ല അതിൻ്റെ അവകാശം. എനിക്ക് ഭഗവാൻ ഈ ഉപദേശങ്ങൾ ഉപദേശിച്ചു തരുന്ന സമയത്ത് എൻ്റെ സമീപത്ത് കൗശാരവൻ, ഇവിടെ ബാക്കി വായിച്ചപ്പോൾ കേട്ടില്ലേ,
കൗശാരവോപണിതം അങ്ങനെയൊക്കെയാണല്ലോ വാക്ക് പ്രയോഗിക്കുന്നത്. കൗശാരവൻ ഉണ്ടായിരുന്നു. കൗശാരവൻ എന്ന് പറഞ്ഞാൽ മൈത്രേയ മഹർഷിയാണ്. ആ മൈത്രേയ മഹർഷി അവിടെ ഉണ്ടായിരുന്നു. മൈത്രേയ മഹർഷിയും ഈ ആത്മതത്വം വേണ്ട വിധത്തിൽ ഗ്രഹിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് പോകാൻ തുടങ്ങുന്ന മൈത്രേയരോട് ആ ഭഗവാൻ പറഞ്ഞു, ഹേ മൈത്രേയരെ, ഒരിക്കൽ എൻ്റെ ശിഷ്യൻ ആയ വിതുരർ അങ്ങയുടെ ആശ്രമത്തിൽ എത്തിച്ചേരും. അപ്പോൾ അവിടെ വെച്ച് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്ന ഈ ഉപദേശങ്ങൾ മുഴുവൻ ആർക്ക് പറഞ്ഞു കൊടുക്കണം? വിതുരർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ആരോട് പറഞ്ഞിട്ടുണ്ട്? മൈത്രേയ മഹർഷിയോട്. അതുകൊണ്ട് ഞാനല്ല ഇത് പറഞ്ഞു തരാൻ യോഗ്യൻ. കാരണം ഈ തത്വസംഹിതകൾ എപ്പോഴും ഒരു ഗുരുവിൽ നിന്ന് വേണം ഗ്രഹിക്കാൻ. അതുകൊണ്ടാണ് ആ ഗുരുസ്ഥാനീയനാകാൻ ആര് തയ്യാറാകുന്നില്ല? ഉദ്ധവര്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കൂടുതൽ കരച്ചിലായി. ആർക്ക്? വിതുരർക്ക്. കഷ്ടം തന്നെ. ആ അദ്ദേഹത്തിൻ്റെ സ്വധാമപ്രാപ്തിയുടെ സമയത്ത് എനിക്ക് അദ്ദേഹത്തിനെ സ്മരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോകുമ്പോൾ ആരെക്കുറിച്ച് ഓർത്തു? എന്നെക്കുറിച്ച് ഓർത്തു. അതുകൊണ്ടാണല്ലോ വിതുരരെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കൂടുതൽ സങ്കടമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം ഉദ്ധവര് ബദരിയിലേക്കും പോയി. വിതുരർ നേരെ മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിലേക്കും പോവുകയാണ്. നേരെ അവിടെ ചെന്നു. മൈത്രേയ മഹർഷിയെയും കാത്തിരിക്കുകയാണ്. ആരെ? വിതുരരെ. വന്ന വിതുരരെ സ്വീകരിച്ചിരുത്തി ഉപചാരങ്ങളെല്ലാം നടത്തി. അതിനുശേഷം വിതുരര് മൈത്രേയ മഹർഷിയോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ചോദിച്ചത്? സുഖായ കർമാണി കരോതി ലോകോ നതൈ സുഖം വാന്യതുപാരമം വാ വിന്ദേത ഭൂയസ്തതയേവ ദുഃഖം യദത്ര യുക്തം ഭഗവാൻ വദിന്ന. സുഖായ കർമാണി കരോതി ലോകോ. ഓരോരുത്തരും ഓരോ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. എന്തിനാ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്? നമ്മളൊക്കെ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്തിനാ? ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാ? എന്തിനാ? ഭഗവത് കഥകളെ കേൾക്കുന്നു. ശരിയാണ്. ഈ ഭഗവത് കഥ കേട്ട് കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക? ഒരു സുഖ. ഈ സുഖം വീട്ടിൽ പോയിരുന്നാൽ കിട്ടുന്നുണ്ടോ? കിട്ടില്ല. അപ്പോൾ ഏത് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നതായിക്കൊള്ളട്ടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സുഖത്തിന് വേണ്ടിയാണ്. ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴോ ദുഃഖമാണ്. കാരണം മരുമോൾ അവിടെ ഉണ്ടെങ്കിൽ ഒരു നോട്ടം നോക്കും. പോയി രാവിലെ ഇവിടെ നിന്ന് പോയതാ അല്ലേ? ആ പറച്ചിലും നോട്ടവും കാണുമ്പോൾ ഉള്ള സുഖം അതോടുകൂടി തീരും. അപ്പം ഏത് കർമ്മം സുഖത്തെ ഉദ്ദേശിച്ച് ചെയ്താലും കിട്ടുന്നത് കൂടുതലും എന്തോന്നാണ്? ദുഃഖമാണ്. കല്യാണം കഴിച്ചാൽ സുഖമാണെന്നാണ് കരുതിയത് അല്ലേ? കല്യാണം കഴിഞ്ഞപ്പോൾ ഇതുപോലെ ദുഃഖമുള്ള ഒരു പരിപാടി വേറെയില്ല. അപ്പോഴാ ഓർത്ത് രണ്ട് പിള്ളേരായി കഴിഞ്ഞാൽ വീണ്ടും സുഖമാണെന്ന്. പിള്ളേരായി കഴിഞ്ഞപ്പോഴോ അതിലേറെ ദുഃഖമായി. പെൺപിള്ളേരാണെങ്കിൽ പിന്നെ ചോദിക്കുകയും വേണ്ട. 15-16 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്നും ആദ്യം വ്യാധിയാണ്. അതുകൊണ്ട് ഈ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് TV വാങ്ങിച്ചപ്പോൾ നല്ല സുഖമായിരുന്നല്ലേ? അതുകൊണ്ട് എല്ലാ ചാനലുകളും കാണാമല്ലോ എന്ന് കരുതി ഭർത്താവ് ആർക്ക് TV വാങ്ങിച്ചു കൊടുത്തു? ഭാര്യയ്ക്ക്. ഇപ്പം വന്ന് 9:30 സീരിയലും കഴിഞ്ഞാലും അത്താഴമില്ല. അതുകൊണ്ട് സുഖം കൊണ്ടിപ്പോൾ ഉണ്ടായതെന്താ? ദുഃഖമായി. ആട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലം പലതരം കർമ്മങ്ങളും ചെയ്തു സുഖത്തിന് വേണ്ടിയിട്ട്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേടിയത് സുഖമാണോ ദുഃഖമാണോ? നെഞ്ചത്ത് കൈവച്ചേ പറയാവൂ, സത്യം പറയാവൂ. സുഖമാണോ ദുഃഖമാണോ? ഒന്നുമില്ലാത്തവരും ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കുണ്ടാകുന്നത് ദുഃഖമാണ്. ഇടയ്ക്കിടയ്ക്ക് കിട്ടും എന്തോന്ന്? ഓരോ സുഖം. ബൃഹദാരണ്യക ഉപനിഷത്ത് എന്ന് പറയുന്നൊരു ഉപനിഷത്തുണ്ട്. ആ ഉപനിഷത്തിൽ പറയും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന സുഖം എത്രത്തോളം ഉണ്ടെന്ന്. ഒരു യാത്രക്കാരൻ
ഇങ്ങനെ കാട്ടിലൂടെ യാത്ര ചെയ്തു പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് അതിഭയങ്കരനായ ഒരു സിംഹം കണ്ടത് ഇയാളെ. സിംഹം ഇയാളെ ഇട്ട് ഓടിക്കുകയാണ്. അയാൾ പ്രാണജീഭായം കൊണ്ട് ഓടി രക്ഷയില്ലാതെ വന്നപ്പോൾ സമീപത്ത് ഒരു വടവൃക്ഷം കണ്ടു. വടവൃക്ഷം എന്ന് പറഞ്ഞാൽ ആല്. അതുകൊണ്ട് വടമാല എന്ന് പറഞ്ഞാൽ പറ. വടമാല ഏതാ? ഹനുമാന് കൊടുക്കുന്ന ഏത് വടയാ? ഏത് വടയാ? ഉഴുന്നുവട അല്ലേ? എന്താ പരിപ്പോടെ ആയാലും കടുത്ത കിടക്കുമല്ലേ? വിഡ്ഢിത്തമായി കാണിക്കണത്. ഈ വടമാലയല്ല, ഉഴുന്നുവടയല്ല. എന്നാ പിന്നെ എൻ്റെ ചോദ്യം, ഉള്ളിവട ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ, എന്താ കുഴപ്പം? വടവൃക്ഷത്തിലാണ് ഹനുമാൻ കൂടുതൽ സമയം ചെലവഴിച്ചത്. അതുകൊണ്ട് വേരാലിൻ്റെ മുട്ട് കൊണ്ടുണ്ടാക്കുന്ന മാലയാണ് വടമാല. ഉഴുന്നുവടയ്ക്ക് വേറെയാ പേര് സംസ്കൃതത്തിൽ. ഇതറിയാതെയാണ് നമ്മൾ എന്തു പറയും, വടമാല എന്ന് പറഞ്ഞാൽ ഉപ്പ് ചേർക്കാത്ത ഉഴുന്നുവട. പിന്നെ ഗുണമുണ്ട്, അമ്പലത്തിലെ കമ്മിറ്റിക്കാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഓരോ വട കഴിക്കാൻ കിട്ടുന്ന ചാൻസാ. എന്തോ അതെ, വടമാല വഴിപാടാ. പക്ഷെ ഈ വടമാലയാണ് വ്യത്യാസപ്പെട്ടു പോയത്. പേരാലും മുട്ട് കൊണ്ടുള്ള മാലയാണ് വടമാല. പിന്നെ അന്വേഷിച്ച് എന്നപ്പം ഞാൻ കണ്ടുപിടിച്ചത് ഈ രാഹുവായിട്ട് ഏതാണ്ട് കണക്ഷൻ ഉള്ളത് കൊണ്ട്, രാഹുവിന് നവഗ്രഹ പൂജയ്ക്കും നവധാന്യങ്ങളിൽ രാഹുവിൻ്റെ ധാന്യം ഉഴുന്ന. അതുകൊണ്ടാണ് ഈ ജ്യോതിഷന്മാരെല്ലാവരും കൂടെ ഏത് വെച്ചത്? വടമാല വെച്ചത്. അല്ലാതെ ഹനുമാന്റെ ഒന്നും അല്ല. അതൊരു അങ്ങനെ ഒരു കണക്ഷൻ പോയിപ്പോയാണ് ഈ ഉഴുന്നവിടെ പ്രാധാന്യം വന്നത്. എന്തേലും വാട്ട് വടം വന്നതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ വടവൃക്ഷത്തിൽ കയറി, ഈ പേരാലിൽ കയറാൻ നല്ല സൗകര്യമാണ്. കാരണം ധാരാളം വേരുകൾ ഉള്ളതുകൊണ്ട് ചവിട്ടി ചവിട്ടി കയറാം. ഇയാൾ പാഞ്ഞു കെട്ടി കയറി. അപ്പോഴത്തേക്കും സിംഹം അടുത്തു വന്നു. പക്ഷെ സിംഹത്തിനും വരാൻ കയറാൻ വയ്യാത്തതുകൊണ്ട് ആ വലിയ വൃക്ഷത്തിൻ്റെ ചോട്ടിൽ ഗർജിച്ചുകൊണ്ട് നിൽക്കുക. താഴെ ഇറങ്ങിയാൽ ആര് പിടിക്കും? ആകപ്പാടെ ദുഃഖം. കയറി ഒരു കൊമ്പിൽ അങ്ങനെ ഇരുന്നു. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നല്ല സുഖമാണ് എന്നാർക്ക് മനസ്സിലായി. കാരണം ഈ ദുഃഖത്തിൽ നിന്നും മുക്തനായി അവിടെ ഇരിക്കുക. അങ്ങനെ അല്പനേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു കാഴ്ച നേരെ കണ്ടത്. മുകളിൽ നിന്ന് നാണ്ട്ര ഒരു കരടി താഴോട്ട് ഇറങ്ങി വരുന്നു. അപ്പോഴത്തെ അവസ്ഥയോ, ഇതുവരെ ഉണ്ടായ ദുഃഖം മാറി സുഖം വന്നപ്പോൾ അടുത്ത ദുഃഖം ആരുടെ മേലെ വന്നു? കുഴഞ്ഞു. പക്ഷെ ഇവൻ ബുദ്ധിമാനായിരുന്നു. ഇപ്പം കരടിക്കൊരു സ്വഭാവമുണ്ട്, ശ്വാസോച്ഛ്വാസം ഇല്ലാതിരിക്കുകയാണെങ്കിൽ തൊട്ട് വന്ന് മണത്ത് നോക്കിയിട്ട് കരടി അങ്ങ് പോകും. അതുകൊണ്ട് ഇയാൾ ശ്വാസം അടയ്ക്കുന്നു. പക്ഷെ കരടി ഇയാളെ കണ്ടിരുന്നില്ല. ഈ കരടി എന്ത് ചെയ്യുക? ഈ മുകളിൽ കൂടെ ശിഖരങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുക. അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു കാറ്റടിച്ചു. കാറ്റടിച്ചപ്പോൾ ഇയാളുടെ ദേഹത്തേക്ക് എന്തോ ഒന്ന് വന്നു വീണു തോളിൽ. പതുക്കെ തന്നെ വിരലുകൊണ്ട് അതിങ്ങ് തോണ്ടിയെടുത്തു. ഒരു സാധനം നമ്മുടെ കയ്യിൽ വിരലിൽ തോണ്ടിയെടുത്താൽ അത് കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അടുത്ത പരിപാടി നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പരിപാടി മണക്കും അല്ലേ? മൂക്കിത് അംഗീകരിച്ചു കഴിഞ്ഞാലോ അപ്പോൾ ഒരുത്തം പുറത്തോട്ട് ഇറങ്ങി വരും. ആരാ? നാക്ക്. അങ്ങനെയാ ക്രമം. കണ്ണാദ്യം അംഗീകരിക്കണം. കണ്ണംഗീകരിച്ചാൽ ആരെടുക്കണം? മൂക്കെടുക്കണം. മൂക്കുമെടുത്തു കഴിഞ്ഞാലേ ആര് വരുവുള്ളൂ പുറത്തോട്ട്? അല്ല, നോക്കിക്കോ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ സ്ത്രീജനങ്ങൾ ഏത് സാധനം ആദ്യം കൈ കെട്ടിയാൽ ആദ്യം ചെയ്യുന്നത്? മണത്ത് നോക്കും. ചിലപ്പോൾ കാണാം ഞങ്ങളുടെയൊക്കെയുള്ള, ഇപ്പം പിന്നെ അങ്ങനെ കാണുന്നില്ല, പണ്ടൊക്കെ സൈക്കിളിൽ ഈ മീൻകാർ വരും. ഈ മീൻകാർ വരുമ്പോൾ ചില സ്ത്രീകൾ കാണാം മീനെടുത്തിട്ട് മണത്ത് നോക്കി എന്നിട്ട് പറയുന്ന നല്ല മണമാണ്. മണമെന്ന് പറഞ്ഞ സുഗന്ധത്തിന്, ദുർഗന്ധത്തിന് മണം എന്നാണ് പറയുക. നാറ്റമെന്നാ. ഏതായാലും അങ്ങനെ ഒരു രീതി. അപ്പോൾ ഇത് മൂക്ക് അനുവദിച്ചു. അപ്പോൾ ഇയാൾക്ക് മണത്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല. അന്നേരം തന്നെ ആരിറങ്ങി വന്നു? നാക്ക്. നാക്കിൽ തേച്ചു. നല്ല മധുരം. മധുരം സുഖമാണോ ദുഃഖമാണോ? അതും കുഴപ്പമായി. ഇപ്പം ആദ്യമൊക്കെ ഭയങ്കര സുഖമായിരുന്നു, ഇപ്പോൾ അത്
കാരണം ഡയബറ്റിക് ആയിപ്പോയി. അതുകൊണ്ട് അതും പറയാൻ വയ്യാത്ത നോക്ക. അന്ന് സുഖമായിട്ടാണ് ഏത് കഴിച്ചത്? ഉള്ള പാലട മുഴുവൻ വലിച്ചു കയറ്റിയതാ അല്ലേ? സുഖായ കർമാണി കരോതി ലോകോ ഇപ്പൊ അതുകൊണ്ട് ദൈവാധീനം കൊണ്ട് എന്തെടുക്കണ്ട, മധുരം തൊടണ്ടായി. അപ്പൊ നോക്കിയ സുഖത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം പിന്നീട് എന്തിന് കാരണമാകുന്നു? ദുഃഖത്തിന് കാരണം. ഉത്തരം കിട്ടി.